ആ ടാർപ്പ് അങ്ങോട്ട് വലിച്ചു കെട്ട്. ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. മോനെ അകത്തോട്ട് കയറി ചെല്ല്. എടാ അങ്ങനെയൊക്കെയാ, അകത്തോട്ട് കയറി ചെല്ല്, എല്ലാവരും ആശ്വസിപ്പിച്ചല്ലേ പോവും. ഇവിടെ നിന്ന് വെയിലുള്ള അകത്തോട്ട് കയറി ചെല്ല്, കയറി ചെല്ലാൻ അങ്ങോട്ട്. എന്തോ ചെയ്യാന്ന് പറഞ്ഞു. കറുത്ത ഓടി കെട്ടാ, വലിച്ചു കെട്ടാ അങ്ങോട്ട്, വലിയ കറുത്ത ഓടി. അതുപോലെ വലുത് വേണം. ഫ്ലെക്സിൽ അടിക്കാൻ പറഞ്ഞായിരുന്നോ? ഓട്ടോ സൈഡിന് മുമ്പിൽ ഫ്ലെക്സ് വെക്കണം, ഫ്ലെക്സ് കേട്ടോ, മറക്കല്ല്. മനസ്സിലായോ? അവിടെ സതീഷ് പിന്നെ ചെയ്ത കത്തി കഴിയുമ്പോൾ ഉടനെ തന്നെ സഞ്ചാരത്തിന്റെ കുറി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി പറയേണ്ടി വരും. അതാ കേട്ടോ, എല്ലാവരും കൊടുക്കണേ, മറക്കല്ല്. മാക്സിമം എല്ലാം നോക്കി കണ്ടി ചെയ്യുക, അന്നേരം നമ്മുടെ ഭാരം കുറഞ്ഞിരിക്കും. അയ്യോ, എനിക്കിനി ആരുണ്ടോ കൂട്ടിന്? എന്റെ ചേട്ടാ എന്നാലും ഇത്തിരി താമസിച്ചു പോയല്ലോ, അല്ല ഇച്ചിരി നേരത്തെ ആയി പോയല്ലോ. ചേച്ചി പറഞ്ഞ പോലെ ഈ പോക്ക് ശകലം നേരത്തെ ആയി പോയി. എടി ഇവ തലക്ക് ഇരുന്ന് മൂക്കള പിഴിഞ്ഞ് എന്നെ മോന്തക്കിട അങ്ങോട്ട് മാറിയിരി. അയ്യോ, എനിക്കിനി ആരുണ്ടോ? തങ്കംകുടം പോലുള്ളൊരു വ്യക്തി ഇല്ലയോ, ഇതുപോലൊരു വ്യക്തി ഈ പഞ്ചായത്തിൽ കാണത്തില്ല. എനിക്ക് എന്തുമാത്രം ഇഷ്ടമായിരുന്നു അറിയോ പുള്ളിയെ. ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പുള്ളിയെ. ഹലോ, ആരെങ്കിലും രണ്ട് സാമ്പ്രാണത്തില് കൂടുതൽ കത്തിക്കും, ഭയങ്കര ഈച്ചയൊക്കെ വന്നിരിക്കുന്നു, അതാ പറഞ്ഞു. എന്റെ ദൈവമേ, ഇത് കണ്ടിട്ടാണ് ഈ പറയുന്നേ. ഒന്ന് കണ്ടു നോക്കിയത്. എടാ വീട്ടിലെ വെള്ളം തീർത്തടാ, കുറച്ച് വെള്ളം പിടിക്കാൻ വേണ്ടി നമ്മുടെ പ്രഭാകരന്റെ വീട്ടിൽ ഒന്ന് പോവാ. വെള്ളം എടുക്കാൻ ഇങ്ങോട്ടോ? അയ്യോ എടി, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അപ്പുറത്തെ ആ തൊട്ടി സുധാകരനുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വെള്ളം എടുക്കാൻ വന്നേക്കുന്നത്. എടി നീ ഒരു കാര്യം ചെയ്യ്, ആ പൈപ്പിന്റെ വാൽവ് ഉണ്ടല്ലോ അതങ്ങ് അടക്കി, അവൻ വേണമെങ്കിൽ കിണറ്റിന്ന് വെള്ളം കോരട്ടെ. കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ഞാന്, അവനിപ്പോ ഓസിനങ്ങനെ. എടാ പ്രഭാകര, ഞാൻ ഒരു ബക്കറ്റ് വെള്ളം നിന്റെ പൈപ്പിൽ നിന്ന് പിടിക്കുവാണേ. അയ്യോ അതിനെന്താ, നീ എത്ര വേണമെങ്കിലും എടുത്തോടാ. അയ്യോ ഇവിടെ മോട്ടർ കേടായ കൊണ്ടുണ്ടല്ലോ 2 ദിവസമായി വെള്ളം അടിച്ചിട്ട്. നീ ഒരു കാര്യം ചെയ്യട്ടോ, ആ കിണറ്റിൽ ചെന്നിട്ട് കോരിക്കോ. ശരിയാടാ. എടാ സുധാകര, ഞാൻ കോരി തരണോ? അല്ലെങ്കിൽ ഇപ്പൊ കോരി തരാൻ പോവാ. ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ഇച്ചേ പോന്നൊരു വാക്ക് ഞാൻ അങ്ങോട്ടോ പുള്ളി ഇങ്ങോട്ടോ പറഞ്ഞിട്ടേ ഇല്ല. എടാ സുധാകര, ഇനി വന്നേ. എന്തുവാടാ രാവിലെ? നിന്റെ ആ ചാഞ്ഞ് കിടക്കുന്ന പ്ലാവേന്ന് ഒരു 5 ഇല എന്റെ അയ്യത്ത് വീണ്. മര്യാദക്ക് അതെടുത്ത് മാറ്റിക്കോണം. അയ്യോടാ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എടി നാളെ മുതല് നമ്മൾ ആ പ്ലാവിന്റെ അടുത്ത് എന്നിട്ട് പറയും, നമ്മൾ അവന്റെ അയ്യത്തോട് പൊഴിക്കല്ലേ, നമ്മുടെ അയ്യത്തോട് മാത്രമേ പൊഴിക്കാവുന്നു. ആ കേട്ടോ, അങ്ങനെ നാളെ തൊട്ട് പറയാവേ. നീ എന്നെ കളിയാക്കുവാന്നോടാ. സ്നേഹം കണ്ടോ ഇപ്പൊ എങ്ങനെയിരിക്കണ്? അയ്യോ, നിങ്ങളുടെ ഈ കിടപ്പ് കണ്ടേക്കാൻ എനിക്ക് വയ്യ. ഞാനും വരും, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും. നിങ്ങളെല്ലാം എനിക്ക് പറ്റത്തില്ലേ. എന്റെ ഈശ്വര ദൈവം, എന്റെ ഭാര്യയ്ക്കൊന്നും സംഭവിക്കില്ല ഈശ്വര. അവർക്ക് പൂർണ്ണ ആയുസ് കൊടുക്കണം ഈശ്വര. ഇനി ഒരു 100 കൊല്ലം ഇങ്ങനെ തന്നെ അവൾ ജീവിക്കണ ഈശ്വര. അവർക്ക് ഒന്നും സംഭവിക്കില്ല ദൈവമേ, അവർക്കൊന്നും സംഭവിക്കില്ല ഈശ്വര. ദൈവമേ 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 ദൈവം. അയ്യോ എന്നെ കൂടെ കൊണ്ടുപോകും. എടാ നിങ്ങളുടെ രണ്ടിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്ക് കൂട്ടിന് അവളെയും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്റെ പൊന്നു ദൈവമേ ചതിക്കരുത്. ഞാൻ ഇപ്പഴാ സ്വാതന്ത്ര്യം എന്തോ സമാധാനം എന്തെന്ന് അറിയാൻ തുടങ്ങിയത്. ഈ ഇരിക്കുന്ന മൂദേവി എണ്ണീട്ട് പെടുത്തി കൊന്നതാ. ചതിക്കരുത്. ദൈവത്തിന് പറ്റുമെങ്കിൽ അവളുടെ ആയുസ് 100 150 ആക്കി കൊടുക്ക്. ഞാൻ അത്രയും കാലം ഇവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ചേട്ടാ, എന്റെ പണ്ട് മുതലുള്ള ഒരു സംശയം, ഈ മരണ വീട്ടിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാവുന്നവരെയൊക്കെ കണ്ടു കഴിയുമ്പോ ചിരിക്കണോ അതോ ഇങ്ങനെ ബലം പിടിച്ച് വിഷമം ഉള്ള പോലെ നിക്കണോ? ഏതാ പൊളിറ്റിക്കലി കറക്റ്റ്? എടാ മോനെ, കഴിഞ്ഞ 55 വർഷമായിട്ട് എന്റെയും കൺഫ്യൂഷൻ ഇത് തന്നെയാടാ. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ചേച്ചി, അകത്തുനിന്ന് 2 കസേര എടുക്കാം കേട്ടോ. ചേട്ടാ, നിങ്ങള് വീട്ടിൽ കയറ്റാത്തവന്മാരൊക്കെ വേണ്ട റൂമിൽ കയറി കസേര എടുത്തോണ്ട് പോന്ന്. നിങ്ങളിതൊന്നും കാണുന്നില്ലയോ? ചേട്ടാ ഒന്ന് മാറി ചേട്ടാ. അയ്യോ അയ്യോടി മോളെ, അവിടെ അച്ഛൻ പോയി. അയ്യോ മോളാ. മോക്ക് നല്ല സ്നേഹമാണല്ലോ. പിന്നെ ഭയങ്കര സ്നേഹ. ചാവാൻ കടന്നിച്ച് വെള്ളം ചോദിച്ചപ്പോൾ സീരിയല് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞ വിത്തായി ഇരിക്കുന്നു. എനിക്ക് എന്റെ അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം.
താൻ എന്തോടെ ഈ പറയുന്നത്? മോക്ക് നല്ല സ്നേഹമുണ്ടല്ലോ തന്നോട്. നല്ല സ്നേഹമാ. ഇപ്പൊ അങ്ങോട്ടൊന്ന് നോക്കി നോക്ക്. ചേട്ടാ നോക്ക് ചേട്ടാ, ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമോൻ വന്നിരിക്കുന്നു. ഒന്ന് നോക്ക് ചേട്ടാ. കൊച്ചുമോന് തന്നെ ഭയങ്കര ഇഷ്ടമല്ലയോ? കൊച്ചുമോൻ ഇഷ്ടമാണെന്നോ? ഇതൊന്ന് കേട്ടെ. പണ്ടൊരു ദീപാവലിക്ക് ഇവൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ വലിച്ചോണ്ടിരുന്ന വീടിക്കകത്ത് ബീഡിപ്പടക്കം കയറ്റി വെച്ച്. ഞാൻ കണ്ടില്ല. ഞാനത് എടുത്തു വെച്ചൊരു കത്തിരും കത്തിച്ച് എന്റെ ചെറിയുണ്ടല്ലോ പൂവൊക്കെ വിടർന്നിരിക്കുന്നോണ്ട് ഇങ്ങനായിരുന്ന. പിന്നെ 10 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നറിയാമോ? എനിക്ക് വിശക്കുന്നു. പിന്നെ കാണാൻ തരാന്നോ? എനിക്ക് വിശക്കുന്നെന്ന്. കഞ്ഞി വെക്കുന്നുണ്ട്, പിന്നെ എടുത്ത് ഞാൻ തരാം. അയ്യേ, കഞ്ഞി നിങ്ങൾ കുടിച്ചാ മതി. എനിക്ക് KFC വേണോന്ന്. KFC ഒന്നും പറ്റത്തില്ല, കഞ്ഞി എടുത്ത് തരാം. അയ്യോടാ, ഈ ചത്ത് കടന്ന മനുഷ്യന്റെ കാലം ഞാൻ മോതിരം അടിച്ചു മാറ്റിയ കാര്യം ഞാൻ എല്ലാവരോടും പറയണോ? തന്നെ വാഴ വെട്ടില് കേട്ടോടാ തെണ്ടിയുടെ മോനെ. എന്നാ കൊണ്ടുപോയി തിന്ന്. അച്ഛാ എന്റെ ഇളയ മോനാ. MBA പഠിക്കാൻ വേണ്ടി പോണ്ടിച്ചേരി പോയതാ. ഇപ്പൊ ഫുൾ ടൈം MDMA. എന്താ ചെയ്യാൻ? അമ്മേ വാ, കഴിക്കാം. സാധനം കൊണ്ടുവന്നു. അമ്മ ഞാൻ ഇച്ചിരി കഞ്ഞി എടുത്ത് അവന് കൊടുത്തിട്ട് വരാം കേട്ടോ. അമ്മ KFC കിട്ടിയില്ല, പപ്സാ കിട്ടി. പപ്സിന് വിശന്നിട്ട് വയ്യായിരുന്നു. നിന്റെ തന്തയുടെ അപ്പുറത്ത് മരിച്ചു കിടക്കുന്നത് ഇച്ചിരിയല്ല അമ്മ, മൊത്തം ഉണ്ട്. ഇന്നാ കണ്ടോ, ഞാനിവിടെ കിടക്കുമ്പോ അപ്പുറത്ത് മാറി പപ്സ് വെള്ളം കയറ്റുന്നുണ്ടോ? ഇതാ സ്നേഹം. അല്ല, ഈ ദഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ? തെക്കേ പറമ്പിലെ മൂവാണ്ടമ്മാവ് അത് ഞാൻ അതിനു വേണ്ടി വെച്ചതാ. അത് വെട്ടിക്കീറി ദഹിപ്പിച്ചാ മതി. പറ്റത്തില്ല, എന്റെ അച്ഛനും മാവനെ അതും ദഹിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചന്ദനമുട്ടി തന്നെ വേണം, അതും പ്യുവർ ചന്ദനമുട്ടി. അത് വേണ്ട, മാവ് വെട്ടി തന്നെ ദഹിപ്പിച്ചാ മതി. അതിന്റെ ചെലവ് മൊത്തം ഞാൻ നോക്കിക്കോളാം. എന്താണ് ചേച്ചി അങ്ങനെ ടോക്ക്? അതൊന്നും പറ്റത്തില്ല, മാവനെ അതും ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ചന്ദനമുട്ടി തന്നെ ദഹിപ്പിച്ചാൽ മതി. വേണേ കുറിച്ച് കഞ്ചാവ് വെച്ച് കൊടുക്കും. അച്ഛൻ വൈബായിട്ടൊക്കെ പൊക്കോട്ടെ. അതിന്റെ പൈസ ചെലവൊക്കെ ഉണ്ടല്ലോ, ഞാൻ നോക്കാം. വൈബായിട്ട് പോകണം. അച്ഛന്റെ വൈബാണ് എനിക്ക് പ്രധാനം. വൈബ്, ചന്ദനമുട്ടി, കഞ്ചാവ്. ലാസ്റ്റ് ആവുമ്പോഴത്തേനും സ്വത്തെല്ലാം അടിച്ചോണ്ട് പോകാനില്ലേ? വേണ്ട, അച്ഛന്റെ ചെലവ് മൊത്തം ഞാൻ നോക്കിക്കോളാം. ഈ അച്ഛന്റെ ചെലവേ ഞാൻ നോക്കും. ചുമ്മാ അല്ല, ഞാൻ പോണ്ടിച്ചേരി പോയി MDMA എടുത്ത്, അല്ല MBA എടുത്ത് ഞാൻ നോക്കോളാം. ചെലവെല്ലാം ഫുൾ ചെലവ് ഞാൻ. അങ്ങനെ വേണ്ട, ഞാൻ എത്ര ലക്ഷമായാലും ഞാൻ തന്നെ നോക്കട്ടെ. നീ മുടക്കട്ടെ, എത്ര കോടിയായാലും ഞാൻ തന്നെ ഉണ്ടല്ലോ മുടക്കിക്കോളാം. അതിനെ ഞാൻ പോയി പോണ്ടിച്ചേരി പോയി പഠിച്ചു. ഞാൻ തന്നെ ഇനി എത്ര കോടിയായാലും കോടാനുകോടിയായാലും ഞാൻ തന്നെ നോക്കും. ആ കോടിന്നും ആ ലക്ഷത്തൊന്നും ഒരു 100 രൂപ എടുത്ത് എനിക്ക് കുറച്ച് മരുന്ന് മേടിച്ചു തന്നായിരുന്നെങ്കിൽ ഈ കിടപ്പ് ഞാൻ കിടക്കേണ്ടി വരുമായിരുന്നു.